ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. ആ പാലം കടന്നാൽ ആത്മഹത്യ ഉറപ്പ്. അന്ധവിശ്വാസമാണ് എന്ന് തോന്നിയെങ്കിൽ തെറ്റി, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ആ പാലത്തിലൂടെ കടന്നുപോയ 150-ൽ കൂടുതൽ പേർ, അല്ല 150-ൽ കൂടുതൽ നായ്ക്കൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും മരണപ്പെട്ടിട്ടുമുണ്ട്. നായ്ക്കളുടെ സൂയിസൈഡ് പോയിന്റ് എന്നറിയപ്പെട്ട ആ പാലത്തിന്റെ പേര് ഓവർടൗൺ ബ്രിഡ്ജ് എന്നാണ്. സ്കോട്ട്ലാൻഡിലെ വെസ്റ്റ് ഡാൻബട്ടൺഷെയറിൽ ഓവർടൗൺ ഹൗസിനടുത്ത് 1895-ൽ പണി കഴിപ്പിച്ച ഒരു പാലമാണ് ഓവർടൗൺ ബ്രിഡ്ജ്. H.E. മിൽനർ എന്ന ആർക്കിടെക്റ്റിന്റെ ഡിസൈനിലായിരുന്നു ആ പാലം പണി കഴിപ്പിച്ചത്. നൂറുകണക്കിന് നായ്ക്കളുടെ ആത്മഹത്യക്ക് കാരണമായ ആ പാലത്തിൽ എന്തെങ്കിലും ശാപം ഒളിഞ്ഞിരിക്കുന്നുണ്ടാകുന്നു. 1859-ലായിരുന്നു അതിന്റെ തുടക്കം. ഓവർടൗൺ ഫാം സ്കോട്ടിഷ് ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിരുന്ന ജെയിംസ് വൈറ്റിൻ്റെതായിരുന്നു ആ ഒരു ആശയം. ഒരു കെമിക്കൽ മാനുഫാക്ചറിംഗ് ബിസിനസ് ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. അതിന്റെ ഭാഗമായി അദ്ദേഹം നിർമ്മിക്കുകയായിരുന്നു ഓവർടൗൺ ഹൗസ് 1862-ൽ. 1884-ൽ ജെയിംസ് വൈറ്റിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ജോൺ വൈറ്റ് വീട്ടിൽ നിന്നും ഫാമിലേക്കുള്ള യാത്ര എളുപ്പമാക്കുവാൻ വേണ്ടി മിൽനറുടെ സഹായത്തോടു കൂടിയാണ് അങ്ങനെ ഒരു പാലം നിർമ്മിക്കാൻ തീരുമാനിക്കുന്നത്. 1895-ൽ അതിന്റെ പണി പൂർത്തിയാവുകയും ചെയ്തു. ഏതാനും വർഷങ്ങൾ കൊണ്ട് ആത്മഹത്യയുടെ പരമ്പര ആരംഭിക്കുകയായിരുന്നു. 1950 മുതൽക്കേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണപ്പെടുന്നുണ്ട് എങ്കിലും 2019 ശേഷവും അത്തരത്തിലുള്ള ആത്മഹത്യകൾ സംഭവിക്കുന്നു എന്നതാണ് ആശ്ചര്യം. എന്തുകൊണ്ടാണ് നായ്ക്കളിൽ ഇങ്ങനൊന്ന് സംഭവിക്കുന്നത്? എന്താണ് നായ്ക്കളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്? അതേ ചുറ്റിപ്പറ്റി ഒരുപാട് കഥകൾ പരക്കുന്നുണ്ട്. പിശാചാണ് എന്നും വൈറ്റ് ലേഡി എന്ന ആത്മാവാണ് എന്നും. ജോൺ വൈറ്റിന്റെ മരണം സംഭവിക്കുന്നത് 1908-ലാണ്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് വർഷത്തോളം ഏകാന്തവാസത്തിലായിരുന്നു. അവരുടെ മരണശേഷവും ഒരു വെളുത്ത വസ്ത്രം ധരിച്ച് ആ വലിയ ബംഗ്ലാവിലെ ജനാലക്കരികിൽ അവരെ കണ്ടവരുണ്ട്. അവരുടെ ആത്മാവിനെ കണ്ടവരുണ്ട്. ആ ആത്മാവിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ആ ആത്മാവിനെ കണ്ട് ഭയന്നിട്ടോ ആവണം ആ മൃഗങ്ങൾ പാലത്തിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. 1994-ലും ഒരു സംഭവം നടന്നു. ആ പാലത്തിന്റെ മുകളിൽ വെച്ച് ഒരു പിതാവ് തൻ്റെ 2 ആഴ്ച മാത്രം പ്രായം വരുന്ന ഒരു കുഞ്ഞിനെ പാലത്തിന്റെ മുകളിൽ നിന്നും താഴെ പാറയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നു. തൻ്റെ കുഞ്ഞ് ഒരു പിശാചാണ് എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. അതും ആ പാലത്തിന്റെ ശാപമാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കെവിൻ മോയ് എന്നായിരുന്നു അയാളുടെ പേര്. അയാൾക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. സ്കിസോഫ്രീനിയ ബാധിച്ചയാളാണ് എന്നും പറയപ്പെടുന്നു. കുഞ്ഞ് ജനിച്ച ദിവസം മുതൽ അതൊരു പിശാചാണ് എന്നും അത് ഈ ലോകത്തിന് ദോഷം വിതയ്ക്കാൻ വേണ്ടി വന്നതാണ് എന്നും അയാൾ വിശ്വസിച്ചിരുന്നു. ആ പാലത്തിന്റെ മുകളിൽ വെച്ച് ഇയോഗൻ എന്ന പേരുള്ള ആ 2 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെ അയാൾ എറിഞ്ഞു കൊന്നത് ചിലപ്പോൾ അയാളുടെ മാനസിക രോഗം കൊണ്ടായിരിക്കാം. ഓവർടൗൺ ബ്രിഡ്ജിന് താഴെ കൂടെ പോകുന്ന ചെറിയ അരുവിയിൽ വലിയ വലിയ പാറക്കെട്ടുകളുണ്ട്. അതിലേക്ക് ചാടിയാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉറപ്പാണ്. എന്നാൽ ചോദ്യം അതല്ല. ലോകത്തിൽ ഇത്രയധികം പാലങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഓവർടൗൺ ബ്രിഡ്ജ്? അതിനു മുകളിൽ നിന്നും നായ്ക്കൾ ചാടി ആത്മഹത്യ ചെയ്യുന്നു, മറ്റൊരു പാലത്തിൽ നിന്നും നായ്ക്കൾ ചാടി ആത്മഹത്യ ചെയ്യുന്നത് കാണുന്നു. എന്തായിരിക്കാം ആ പാലത്തിന് മുകളിൽ നിന്നും നായ്ക്കളെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആ കാരണം? കണക്കുകൾ അനുസരിച്ച് പാലത്തിൽ നിന്നും ചാടി മരണപ്പെടുന്നതിൽ കൂടുതലും വളർത്തു നായ്ക്കളാണ്. ഓണറുമായി നടക്കുന്നതിനിടയിൽ ലീഷ് പൊട്ടിച്ച് പാലത്തിൽ നിന്നും ചാടി മരണപ്പെടുന്ന സംഭവങ്ങളാണ് കൂടുതലും. തുടൽ ആവശ്യമില്ലാത്ത അത്രയും അനുസരണയുള്ള നായ്ക്കൾ പോലും ആ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ അസാധാരണമായ സ്വഭാവം കാണിക്കുന്നു. അതിനു പിന്നിൽ പാരാനോർമലായി ചിലതുണ്ടാകാം എന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും. 2019-ലെ ഒരു അന്വേഷണത്തിൽ കഴിഞ്ഞ 17 വർഷമായി ഓവർടൗൺ ഹൗസിന്റെ ഉടമസ്ഥരായ ബോബ് മെല്ലിസ ദമ്പതികൾ പറയുന്നത് ഇങ്ങനെയാണ്. കഴിഞ്ഞ 17 വർഷമായി ഈ പാലത്തിലൂടെ കടന്നു പോകുന്ന വലിയ ശതമാനം നായ്ക്കളും അസാധാരണമായി പെരുമാറുകയും തുടൽ പൊട്ടിച്ച് പാലത്തിന് മുകളിൽ നിന്ന് ചാടാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പലതും വലിയ അപകടത്തോടുകൂടി രക്ഷപ്പെടുകയും ചിലത് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പാലത്തിന്റെ ഇരുവശത്തും പാലത്തോളം തന്നെ ഉയർന്നു നിൽക്കുന്ന ഒരു കാടാണ്. തണുപ്പും തണലും ചേർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ പല ജീവികളും കൂടുകൂട്ടിയിട്ടുമുണ്ട്. അണ്ണാൻ, കീരി പോലുള്ള പല ജീവികളും അവിടെ കൂട്ടം കൂട്ടമായാണ് താമസിക്കുന്നത്. ഒരുപക്ഷെ അവയെ കണ്ട് അതിന് പിറകെ ചാടുന്നത് കൊണ്ടാവാം നായ്ക്കൾ മരണപ്പെടുന്നത്. അതിൽ ഒരു ചെറിയ കാര്യമുണ്ട്. കാനൈൻ സൈക്കോളജിസ്റ്റായ ഡേവിഡ് സാൻഡിന്റെ കണ്ടെത്തലിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ആ പാലത്തിന്റെ ആൾമറ ഒരു മനുഷ്യന്റെ മുട്ടോളം മാത്രമേ ഉയരുള്ളൂ.
അതിന് ഒരൽപ്പം വീതിയും കൂടുതലാണ്. ഒരു മനുഷ്യന് അതിനപ്പുറമുള്ള കുറ്റിച്ചെടികളും അതിന് താഴെയുള്ള അരുവിയും പാറക്കല്ലുകളും കാണാൻ സാധിക്കും. എന്നാൽ ഒരു നായയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് കാണാൻ സാധിക്കുന്നത് ആൾമറയ്ക്കപ്പുറം പരന്നു കിടക്കുന്ന പച്ചപ്പ് മാത്രമാണ്. എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നായ്ക്കൾ എടുത്തു ചാടും ഇല്ല. അവരെ അതിനായി പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാകും. ഡേവിഡ് സാൻഡിന്റെ അഭിപ്രായത്തിൽ ആ കുറ്റിച്ചെടികൾക്കിടയിൽ മിങ്ക് എന്ന് പറയുന്ന ഒരു വർഗം ജീവിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ജീവിയുടെ വർഗം, നീർനായയെ പോലൊരു ജീവി. അവയിലെ ആൺവർഗങ്ങളുടെ മൂത്രത്തിന്റെ ഗന്ധം നായ്ക്കളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ഗന്ധമാണ്. ഈ ഇറിറ്റേഷനിലായിരിക്കാം അവർ അസാധാരണമായ സ്വഭാവം പുറപ്പെടുവിക്കുന്നത്. ഈ സമയത്ത് ജീവനുള്ള മിങ്കുകളെയും ചില ജീവികളുടെ കൂടുകളും കൂടി കണ്ടാലും അവർ എടുത്തു ചാടും അല്ലെ. അങ്ങനെ സുരക്ഷിതമെന്ന് വിചാരിച്ച ഒരു സ്ഥലത്തേക്ക് അവർ എടുത്തു ചാടുമ്പോഴായിരിക്കാം അപകടങ്ങൾ സംഭവിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 50 വർഷമായി ആ ഭാഗത്ത് താമസിക്കുന്ന ഒരു വേട്ടക്കാരൻ പറയുന്നു, ആ കുറ്റിക്കാട്ടിൽ ഏതാനും പക്ഷികളും ചില എലികളും അണ്ണാന്മാരുമല്ലാതെ മറ്റൊരു ജീവിയും താമസിക്കുന്നില്ല എന്ന്. അതായത് മിങ്ക് പോലുള്ള നീർനായയുടെ വർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയും ആ ഭാഗത്ത് ജീവിക്കുന്നതിനായുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടില്ല എന്ന്. തുടർന്ന് ഒരു പരീക്ഷണത്തിൽ അണ്ണാന്റെയും എലികളുടെയും മിങ്കുകളുടെയും ഗന്ധം പ്രത്യേകം ഒളിപ്പിച്ചു വെച്ച് നായ്ക്കളെ അഴിച്ചുവിട്ടു. 10 നായ്ക്കളിൽ 7 എണ്ണവും നേരെ ചെന്നത് മിങ്കുകളുടെ ഗന്ധം അന്വേഷിച്ചിട്ടാണ്. ആൺമിങ്കുകളുടെ ഗന്ധം നായ്ക്കളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ഓവർടൗൺ ബ്രിഡ്ജിന് താഴെ അങ്ങനെ മിങ്കുകൾ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എലികളും അണ്ണാന്മാരും പക്ഷികളും പല പാലത്തിനും താഴെ ജീവിക്കുന്നുണ്ട്. അവിടെ നിന്നൊന്നും നായ്ക്കൾ ചാടി ആത്മഹത്യ ചെയ്യുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഓവർടൗൺ ബ്രിഡ്ജിൽ മാത്രം? അങ്ങനെ നായ്ക്കളെ പ്രേരിപ്പിക്കുന്നത് പലരും വിശ്വസിക്കുന്നത് പോലെ പ്രേതങ്ങളും പിശാചുക്കളുമായിരിക്കും.